ഈ പ്രാവശ്യത്തെ മൈസൂർ ദസറക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇന്ന് മൈസൂർ പോയിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു 4 ഫുഡ് സ്പോട്ടാണ് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്പോട്ട് തന്നെ ഇതാ വിനായക മൈലാരി. രാവിലത്തെ ഫുഡിനാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഭയങ്കര തിരക്കാണ് എപ്പോഴും. കുറച്ച് വരി നല്ല സീറ്റ് കിട്ടും. 1938 തുടങ്ങി കേട്ടോ. അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. വരി നിന്ന് സീറ്റ് കിട്ടിയാൽ കൂടുതൽ ചോദിക്കാനും പറയാനൊന്നും ചേട്ടാ. ഒരു സാധനമാണ് കൊണ്ടുവരും. അതാണ് ബട്ടറൊക്കെ തേച്ച നല്ല മസാല ദോശ. വർഷങ്ങളായിട്ട് ഇതേപോലെ തിക്കും തിരക്കും കൂട്ടി ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? സംഗതി അടിപൊളിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ. രണ്ടാമത്തെ സ്പോട്ട് വരുന്നത് നല്ല നോൺ വെജ് ഐറ്റംസ് ഒക്കെ, അതും ബീഫിൽ സ്പെഷ്യൽ ചെയ്തിട്ടുള്ള സംസം ഹോട്ടലാണ്. പുറത്തൊക്കെ പോയാൽ ബീഫൊക്കെ മനസ്സറിഞ്ഞ് തിന്നാൻ പറ്റൂലല്ലോ. എന്നാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ തിന്നട്ടോ. പുറത്ത് ലൈവായിട്ട് പൊറാട്ട ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിരിയാണി. ഇവിടുത്തെ ബീഫ് ചട്പട്ട് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തോളൂ. ഹെവി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്പോട്ട് അലി കോർണറിലെ കോവൈ സർവത്ത്. ഇത് ഉണ്ടാക്കുന്നതും മിക്സ് ചെയ്യണമൊക്കെ കാണാൻ തന്നെ സംഭവം അടിപൊളിയാണ്. മധുരൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു സാധനം കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഒന്ന് വാങ്ങി സാമ്പിൾ ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ച് ഞങ്ങൾ ആളും ഓരോന്ന് തിന്നിട്ടാണ് പോകുന്നത്. ഈ മൈസൂർ ഫുള്ള് കറങ്ങിയിട്ട് മൃഗശാല പോവാതെ വന്നാൽ ഓർക്ക് വിഷമാവൂലേ. അതുകൊണ്ട് അവിടെയും കയറാതെ പോരണ്ട. ഇതിന്റെ ഉള്ളിൽ കയറിയാൽ ഇവര് നോക്കണ പോലെ നമ്മളെ കുടുംബക്കാരുണ്ടോ, അയൽവാസികളുണ്ടോ, അമ്മായിണ്ടോ, എളാമ്മയുണ്ടോ, ആരൊക്കെ ഏതായാലും അവിടുന്ന് കണ്ടുകിടും. ഇവിടുത്തെ സൂ ബാക്കിയുള്ള പോരല്ല. കൂട്ടിലല്ല മൃഗങ്ങളൊക്കെ ഇങ്ങനെ വൈ നടക്കുകയാണ്. നാലാമത്തെ സ്പോട്ട് ഇതാ ഗുരു സ്വീറ്റ്സ്. ഫസ്റ്റ് ആയിട്ട് മൈസൂർ രാജാവിന് മൈസൂർ പാക്ക് ഉണ്ടാക്കി കൊടുത്തത് ഇവരാണ്. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മൈസൂർ പാക്ക് ഉണ്ടായത്. ഇവിടുന്ന് കഴിച്ച ഇവിടുത്തെ സ്പെഷ്യൽ മൈസൂർ പാക്ക് കിട്ടാ നമ്മുടെ നാട്ടിലൊന്നും കിട്ടൂല. സംഭവം അടിപൊളിയാണ്. കുറച്ച് അവിടെ നിന്ന് തിന്നുകാണ്ട് ബാക്കി പെരിയുള്ളവർക്കും കൊടുക്കാന്ന് വിചാരിച്ച ഒരു പൊതിയും വാങ്ങിയാൽ പോകുന്നു. പറഞ്ഞതിന്റെ ഒക്കെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്.